ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബിടെക് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നാഷണൽ സ്കോളർഷിപ്സ് മാത്രമാണ് പറയണേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 6 സ്കോളർഷിപ്പാണ് പറയാൻ പോണേ. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യാറ്. നാഷണൽ സ്കോളർഷിപ്പും പ്രൈവറ്റ് സ്കോളർഷിപ്പും അതുപോലെ ഇതായിട്ട് ബന്ധപ്പെടുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസും ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും. ഫസ്റ്റ് പറയാൻ പോകുന്ന സ്കോളർഷിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് സ്കീമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഓൾറെഡി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അത് ആവശ്യമുള്ളവർ അത് പോയി നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ 12th നിങ്ങൾക്ക് 80% എബവ് ഉണ്ടായിട്ട് ഒരു ഡിഗ്രി കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ബിടെക്കിനായാലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് മണി 10,000 പെർ ഇയർ 3 ഇയേഴ്സിനും അതുപോലെ 4th ഇയറിൽ നിങ്ങൾക്ക് 20,000 ആണ് ഇവർ അവാർഡ് ചെയ്യുന്നത്. അടുത്ത സ്കോളർഷിപ്പ് പ്രഗതി സ്കോളർഷിപ്പാണ്. ഇത് ഗേൾസിന് മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പാണ്. AICTEയുടെ അണ്ടറിൽ വരുന്ന സ്കോളർഷിപ്പാണ്. ഇതിനെ പറ്റിയിട്ടും ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അത് കാണണം എന്നുള്ളവർക്ക് ഞാനിവിടെ മുകളിൽ വീഡിയോ കൊടുക്കാം. അല്ലാത്ത പക്ഷം ഞാൻ ഡീറ്റെയിൽസ് വെറുതെ ബ്രീഫായിട്ട് പറഞ്ഞു പോകണം. ഈ സ്കോളർഷിപ്പ് AICTE അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബിടെക് ഫസ്റ്റ് ഇയർ എൻറോൾഡ് ആയിട്ടുള്ള ഫീമെയിൽ സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ അവാർഡ് മണി 50,000 പെർ ഇയർ ആണ്. അടുത്ത സ്കോളർഷിപ്പാണ് സാക്ഷം സ്കോളർഷിപ്പ് ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ്. പേര് പോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൽ 40% ഡിസേബിലിറ്റി ആയിട്ട് ഒരു ബിടെക് പ്രോഗ്രാമിന് എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ അവാർഡും 50,000 പെർ ഇയർ തന്നെയാണ്. AICTEയുടെ അണ്ടറിൽ വരുന്ന വേറൊരു സ്കോളർഷിപ്പാണ് സ്വനാഥ് സ്കോളർഷിപ്പ് സ്കീം. ഈ സ്കോളർഷിപ്പ് മെയിൻലി ഓർഫൻ ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് COVID-19 വിക്ടിംസ് ആയിട്ടുള്ള പാരൻസൊക്കെയുള്ള സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ സ്കോളർഷിപ്പിൻ്റെയും അവാർഡ് 50,000 പെർ ഇയർ ആണ്. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നാഷണൽ സ്കോളർഷിപ്പ് എക്സാമിനെ പറ്റിയിട്ടാണ്. ഈ സ്കോളർഷിപ്പ് എക്സാം എല്ലാ ബിടെക് പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിനും എഴുതാൻ പറ്റുന്ന എക്സാമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഈ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അപ് ടു 35,000 ആണ് നിങ്ങളുടെ അവാർഡ് മണി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, September 30th ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ അത് മറക്കരുത്. അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വൈകാതെ ഒരു വീഡിയോ ഇതിനെ പറ്റിയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അടുത്തായിട്ട് വരുന്ന സ്കോളർഷിപ്പാണ് ONGC സ്കോളർഷിപ്പ് ഫോർ SC/ST സ്റ്റുഡൻസ്. പേര് പോലെ തന്നെ ഇത് SC/ST സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇത് ബിടെക്കിന് എൻറോൾ ചെയ്തിരിക്കുന്ന SC/ST സ്റ്റുഡൻസിന് അവരുടെ ഫാമിലി ഇൻകം ലെസ് ദാൻ 4.5 lakh ആയിരിക്കണം, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അവാർഡ് മണി വരുന്നത് 48,000 പെർ ഇയർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബിടെക് സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നാഷണൽ ഫണ്ടഡ് സ്കോളർഷിപ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും കിട്ടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഥവാ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അതുപോലെ നിങ്ങളുടെ ആർക്കെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.